ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2123. ഇന്ന് ഒക്ടോബർ മാസം 23-ാം തീയതി, ഈ ആണ്ടിലെ 296-ാമത്തെ ദിവസത്തിലെത്തി. നരകത്തിലെ കരച്ചിലിനെ കുറിച്ചോ അവിടെ ഉയർന്നു കേൾക്കുന്ന പല്ലുകടിയെക്കുറിച്ചോ അറിയാത്തതുകൊണ്ടല്ല. ആ ദാസന് മാത്രമല്ല, ആ ഭവനത്തിലെ എല്ലാ ദാസന്മാർക്കും മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും നല്ല നിശ്ചയമുണ്ട്. നരകത്തിലെ അഗ്നിയെക്കുറിച്ച്, ഇരുട്ടിനെക്കുറിച്ച്, ശരിക്കും ആ പല്ലുകടിയെക്കുറിച്ച്, കരച്ചിലിനെ കുറിച്ച്. എന്നിട്ടും എന്തുകൊണ്ടാവും യജമാനൻ പോയപ്പോ കൊടുത്ത ഒരു നാണയം കൈ തന്നെ സൂക്ഷിച്ചു വെച്ചത്, അല്ലെങ്കിൽ കുഴുകുത്തി മറച്ചു വെച്ചത്? എന്തിനായിരിക്കും? വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം അതിന്റെ 25-ാം അധ്യായത്തിന്റെ ആരംഭത്തിലെ കഥ കഴിഞ്ഞ് രണ്ടാമത് പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥയിലെ ആ ഒരു നാണയം കിട്ടിയവനെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചു പോകുന്നുണ്ട്. അയാൾ എന്തിനാണ് ഇതൊന്നും ഓർക്കാഞ്ഞിട്ടും അറിയാഞ്ഞിട്ടുമല്ല, പിന്നെ എല്ലാത്തിനും നിസ്സാരമെന്ന് കണ്ടു തുടങ്ങുന്നു. എല്ലാത്തിനും നിസ്സാരമെന്ന് ഞാനും എണ്ണുന്നു. ഇനിയും ഏറെ സമയമുണ്ടെന്ന് ഞാൻ വെറുതെ അങ്ങ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നന്നാകാനും ശരിക്കും മടങ്ങി വരാനും തിരുത്താനും നേരെയാകാനും ഒക്കെ ഇഷ്ടം പോലെ കാലമുണ്ടെന്ന് കരുതുന്നു. പല ആപത്തുകളും നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത് കേട്ടോ. പല വിപത്തുകളെയും നമ്മളിങ്ങ് പോരാൻ വേണ്ടി മുറവിളി കൂട്ടുകയാണ്. പല വിപത്തുകളും മുൻകൂട്ടി കാണാൻ ശേഷിയുണ്ട്, പക്ഷേ നമ്മളത് ശ്രമിക്കുന്നില്ല. മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നവർക്കാണ്, അല്ലെ? മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നവർക്ക് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവും. പിന്നെ പല വിപത്തുകളും മുൻകൂട്ടി കാണാനായിട്ട് പ്രാപ്തിയുള്ളവരും, അങ്ങനെ മുൻകൂട്ടി കാണാൻ പ്രാപ്തിയുള്ളവരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനായിട്ട് തയ്യാറാവുന്നവരും മാത്രമാണ്. തുടക്കത്തിൽ തന്നെ ചില ദുസൂചനകളൊക്കെ മനസ്സിലാക്കുക. ആകസ്മികമെന്ന് കരുതപ്പെടുന്ന ജീവിതത്തിലെ പല അപകടങ്ങളും അങ്ങനെയല്ല. അടയാളങ്ങളെ അവഗണിച്ചതിന്റെ വലിയൊരു ഫലമാണ്. അതുകൊണ്ട് തന്നെ കാലം തരുന്ന സൂചനകളെ അവഗണിക്കാതിരിക്കുക, തിരുത്തലുകൾക്ക് വിധേയനാവുക, യഥാസമയം പ്രതികരിക്കുക. ഇങ്ങനെയുള്ള സ്വയം പ്രേരിത പ്രവർത്തനങ്ങൾ ഏർപ്പെടുക. ഇതില്ലാത്തവർ അത്യാഹിതങ്ങളും അത്യാപത്തുകളും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരാണ്, റിസർവ് ചെയ്യുകയാണ്. ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും ഏത് സാഹചര്യത്തിൽ അകപ്പെടുമ്പോഴും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ഇതിന്റെ അനന്തരഫലം എന്താവും? ഇതിന്റെ അനന്തരഫലം എന്താവും? എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിതത്തെ കൈകാര്യം ചെയ്യണമെന്ന് ക്രിസ്തുയേശു നല്ലൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. സുവിശേഷത്തിലേക്ക് എത്തിയ മതിയാവും. പൊന്നാണയം കിട്ടിയിട്ടും അത് നിസ്സാരമായി കുഴിച്ചിട്ടവനെ പോലെ എല്ലാം അലസതയിലും മടിയിലും അവസാനിപ്പിച്ചു. ഒടുവിൽ അവനെ കാത്ത് അന്ധകാരവും കരച്ചിലും പല്ലുകടിയും അവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയോടുകൂടി ആമേൻ.